മലയാളം ക്ലാസ്സിൻ്റെ പുതിയ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് 4 അക്ഷരങ്ങൾ പഠിച്ചു. ഇനി 5ാമത്തെ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് കേരള പാഠാവലി മലയാളം 1ാം പാഠപുസ്തകത്തിലെ പാഠങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ല ആണ്. ഇതിനു മുമ്പ് നമ്മൾ റ, പ, ന, ത ഇത്രയും പഠിച്ചു കഴിഞ്ഞു. 3 പാഠങ്ങളിലായിട്ട് 4 അക്ഷരം പഠിച്ചു. 1ാമത്തെ പാഠത്തിൽ 2 അക്ഷരം ഒരുമിച്ചാണ് പഠിച്ചത്. പറ, ഒരു തലയുടെ ചിത്രമുണ്ട്. അത് മുൻഭാഗമല്ല, കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. മൂക്ക്, കണ്ണെന്നൊക്കെ പറയാം, മുഖം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിൻഭാഗമാണ്. ഈ തലയുടെ ചിത്രത്തിന് താഴെ തല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് വിട്ട് തായ എന്നും ല എന്നുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം കള്ളിയിലായിട്ട് ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ റ, ത, ന, പ, അത് കഴിഞ്ഞിട്ട് ല. ഈ പായും ലായും അടുത്തെഴുതിയത് നന്നായി. കാരണം അതിന് സാദൃശ്യമുണ്ട്. അതിന് ഇങ്ങനെ ഒരു വരയുണ്ട്. അതായത് ഇങ്ങോട്ട് എഴുതുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ മുകളിലേക്കും. തുടക്കത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. അത് ലായുടെ ല എന്ന അക്ഷരം കൂടെ എഴുതുമ്പോൾ പറയാം. അത് മറ്റു അക്ഷരങ്ങളെ പോലെയല്ല, എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ദിശയിൽ ഇത്തിരി മാറ്റമുണ്ട് തുടക്കത്തിൽ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പദ എന്നൊരു വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ത എന്ന അക്ഷരം പഠിപ്പിച്ചതിൻ്റെ കൂടെ പദ എന്നൊരു വാക്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വാക്കിൻ്റെ ചിത്രമില്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാക്കാവുന്ന, അല്ല അവർക്ക് വളരെ പരിചിതമായ ഒരു സാധനമാണ് ഈ പദ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതിന് പുറമെ, പദയ്ക്കും പുറമെ ചിത്രം കൊണ്ട് പോലും സൂചിപ്പിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് പല. പല എന്ന വാക്ക് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. പല അവസരങ്ങളിൽ ഈ പല എന്ന വാക്ക് അച്ഛനമ്മമാർ പറയുന്നത് 1ാം ക്ലാസ് പഠിക്കാമെന്ന് കുട്ടി കേട്ടിട്ടുണ്ടാവും. എങ്കിൽ എന്താണ് പല എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു അർത്ഥമോ അല്ലെങ്കിൽ ചിത്രമോ ഒന്നും കാണിക്കുകയല്ല. ഒരു അമൂർത്തമായ ആശയം എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ പറയാം. അല്ല, ഇവിടെ 4 പദങ്ങളാണ് ആകെ ഈ പുതിയ 4ാമത്തെ പാഠത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഈ 2 അക്ഷരങ്ങളിൽ ഇപ്പോൾ പഠിച്ച അല്ലെങ്കിൽ ത എന്ന് വെച്ചിട്ടോ ലായിൽ തുടങ്ങുന്ന 1-2 വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊന്ന് ആലോചിച്ചാൽ ഈ ലായിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ തായോ ഇപ്പോൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് ദീർഘവും പുള്ളികളൊന്നും അറിയാത്തതുകൊണ്ട് ചെറിയ 2 അക്ഷര വാക്കുകൾ. ഇതുവരെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഈ പാഠത്തിൽ 4 പാഠം വരെ ഈ മലയാള പാഠാവലിയിൽ 2 അക്ഷരം വരുന്ന വാക്കുകളേ ഉള്ളൂ. 3 അക്ഷരം എന്ന ഒരു വാക്കും ഇതുവരെ വന്നിട്ടില്ല. അതിൽ 2 വാക്കാണ് ചിത്രത്തിൽ കൂടി വ്യക്തമല്ലാത്ത, ചിത്രം കൊടുക്കാതെ വന്നത് പദയും പലയും എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലായിൽ തുടങ്ങുന്ന ഒരു 2 അക്ഷര പേര്, 2 അക്ഷര വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് ഒറ്റയടിക്ക് ശ്രമിക്കാൻ പറ്റുന്നവർ ശ്രമിക്കുക. അതല്ലാത്തവർക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ക്ലൂ തരാം. ഈ ക്ലാസ്സിൻ്റെ വീഡിയോയുടെ ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ എല്ലാ ക്ലൂവും തരാം. മാത്രമല്ല 2 പേരുകൾ, 2 വാക്കുകൾ ഇതേപടി ഉണ്ടാക്കുക. ഈ 2ാമത്തെ വാക്ക് ചെറിയ ന്യൂനതകളുണ്ട്. അതിൻ്റെ ഉച്ചാരണത്തിലും അതിൻ്റെ എഴുത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എഴുതുന്ന രീതി ഒന്ന് പരിചയപ്പെടുന്നു. നമ്മൾ പഠിക്കുന്ന അക്ഷരം ലാണ്. അതുകൊണ്ടുണ്ടാക്കിയ വാക്ക് തല ആണ്. അത് ത, ല എന്ന് വിട്ടെഴുതിയിട്ടുണ്ട്. പന, തറ, തല. അന്നത്തെ ഈ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു അക്ഷരം കൂടി, 2 അക്ഷര വാക്ക് കൂടി ഇത് കൊണ്ടുണ്ടാക്കാം, ലായിൽ തുടങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, എഴുത്തിൻ്റെ കാര്യം. അതിൻ്റെ നമ്മളിങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ടാണ് എഴുതുന്നത്. സാധാരണ നമുക്ക് ത എന്നെഴുതിയത് ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ട് പോകണം, പ അങ്ങോട്ട് പോകണം, ന അങ്ങോട്ട് പോകുന്നു, റായും അങ്ങോട്ട് പോകുന്നു. എന്നാൽ ലായുടെ പോക്ക് ഇങ്ങോട്ടല്ല. ഇതിന് പറയുക ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയുക. നമ്മുടെ ക്ലോക്കിലെ സൂചികൾ എങ്ങനെയാണ് പോകുന്നത്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടല്ല പോകുന്നത്. അതിന് വിരുദ്ധമായ രീതിയിൽ വരുന്നതിനാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. നമ്മൾ എഴുത്തിൻ്റെ രീതി മനസ്സിലാക്കി. ഇനിയൊരു കാര്യമുള്ളത് ഉച്ചാരണത്തിൻ്റെ കാര്യമാണ്. അതിന് മുമ്പ് ഈ ലായിൽ തുടങ്ങുന്ന ആ വാക്ക് ഒരു സ്ത്രീ നാമമാണ്, ഒരു വനിതയുടെ പേരാണ്. ലായിൽ തുടങ്ങുന്ന 2 അക്ഷര വാക്ക്. അതുപോലെ മറ്റൊരു ലായിൽ നിന്ന്, ചെറിയ ലായിൽ കൂടി ഒരു ലേ എന്നോ ഒക്കെ ആക്കി തീർക്കുന്ന, അങ്ങനെ പറയുന്ന, അങ്ങനെ എഴുതുന്ന ഒരു 2 അക്ഷര പേര് കൂടിയുണ്ട്. അതും ഒരു വനിതയുടെ തന്നെയാണ്. അത് നമ്മൾ ല എന്ന വാക്ക് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ അറ്റം എവിടെയാണ് മുട്ടുന്നത് നോക്കാം.
പല്ലിൻ്റെ പിൻഭാഗത്ത് തന്നെയാണ്. നമ്മൾ മുമ്പ് തായും തായാണതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ രണ്ടും നമ്മൾ പറയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ അല്ലെങ്കിൽ നാവിൻ്റെ തുമ്പ് പല്ലിൻ്റെ പിന്നിലാണ്. മേൽവരിയില്ലേ, അതിന് ദന്ത്യം എന്നാണ് പറയുക. ഏതാണ്ട് അതൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷേ ലായുടെ മറ്റൊരു വകഭേദമാണ് ള. അത് നമ്മൾ പിന്നെ പഠിക്കാം. അവിടെ ആകുമ്പോൾ ഉച്ചാരണത്തിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന് അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം, മറ്റൊന്ന് അതിൻ്റെ എഴുത്തിൻ്റെ വ്യത്യാസം. ഇതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഈ സൂചന ഒരു ക്ലൂ കൂടി തരാം. ഇപ്പോൾ തന്നെ ആൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. വള്ളി എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഈ പറഞ്ഞ ലായിൽ തുടങ്ങുന്ന രണ്ടക്ഷര പേര്. സ്ത്രീ നാമത്തിന് അല്ലെങ്കിൽ വനിതയുടെ പേരിന് വള്ളി, ചെടിയുടെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ വള്ളി എന്നർത്ഥമുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് അതിൻ്റെ കൂടെ ന എന്ന അക്ഷരം കൂടിയാണ് ചേർക്കേണ്ടത്. അതൊരു പേര് കേട്ട സെലിബ്രിറ്റിയാണ്. ആളുടെ ചിത്രം ഞാൻ അവിടെ കൊടുക്കാം. എഴുതുമ്പോൾ ഒരു ചെറിയൊരു പുള്ളി ഇപ്പുറത്ത് ഇടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വള്ളിയോ ദീർഘമോ ഒന്നും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് പാറ ദീർഘം ഉണ്ടെങ്കിൽ പായും ആയും വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. അല്ല പാത, അല്ലെങ്കിൽ പീലി. ഇപ്പോൾ ലായ നക്ഷോണിയും പഠിച്ചു കഴിഞ്ഞാൽ പീലി. പിന്നെ അതല്ലെങ്കിലോ പുലി, അതിന് വേറെ ചിഹ്നമാണ്. അതുപോലെ പാത, പാന, തിന, അങ്ങനെയൊക്കെ ആവാം. വേറെ എന്തെങ്കിലും വാക്കുകൾ ഇതുപോലെ ചിഹ്നത്തിൻ്റെ കൂടി ഇപ്പോൾ ഈ 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ, റ, ന, ത, ല. ഇത് 5ഉം വെച്ചിട്ട് ചിഹ്നങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കറിയാവുന്ന ചിഹ്നങ്ങൾ കൊണ്ട് എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, അത് എഴുതുക.